ഇടവാർത്തയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. 10 തൊഴിലാളി യൂണിയനുകൾ ചേർന്ന് ലേബർ കോഡിന്റെ കോപ്പികൾ കത്തിച്ചാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധിക്കുക. സർവീസ് സംഘടനകളും പ്രതിഷേധത്തിൽ അണിചേരും. ഡൽഹി ജന്തർ മന്ദറിൽ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധിക്കും. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തൊഴിലാളി സംഘടനകൾ. വിവരങ്ങൾ എന്തൊക്കെ? അജിൽസി, പുതിയ ലേബർ കോഡിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് വിവിധ തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളുമില്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ഇതിൽ നിന്ന് പിന്മാറണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്രം അതുമായി മുന്നോട്ട് പോവുകയും അത് കഴിഞ്ഞ ദിവസം മുതൽ അത് പ്രാബല്യത്തിലാക്കുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തൊഴിലാളി സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്നത്. 11 മണിക്ക് ഡൽഹി ജന്തർ മന്ദറിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ തൊഴിലാളികളുമായിട്ട്, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ളൊരു പുതിയ കോഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. തൊഴിലാളി സംഘടനാ സംഘടനകളുമായിട്ട് ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നുള്ള ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു സമരം ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിലും വിവിധ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി തൊഴിലാളി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.